നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. ഓക്കെ, ഫുൾ മൂണിൻ്റെ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ എടുത്ത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഫുൾ മൂൺ വീഡിയോസ് ലിങ്ക് ഞാൻ താഴെ ഇടാം. ഫുൾ മൂൺ വരുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആവുന്ന കാര്യങ്ങൾ, ഓക്കെ, ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, ഒരുപാട് മെൻ്റലി ഡൗൺ ആയി പോകരുത് ആരും. ഓക്കെ, എനിവേ ഒരുപാട് ലെക്ചർ പറയണ്ടെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്നത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അകൽച്ച കാണിക്കുന്നത് നോക്കാം. ഓക്കെ, അവരെന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ അകൽച്ച കാണിക്കുന്നത്? സെപ്പറേഷൻ എന്ന രീതിയിലല്ല, സെപ്പറേഷൻ അങ്ങനെയാവാം, സെപ്പറേഷനും ആവാം. പക്ഷെ ഇവിടെ കൂടുതലും ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് സംസാരം ഉണ്ട്, പക്ഷെ ഒരു നമ്മൾ പറയില്ലേ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു, ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു, തുറന്നു പറയാത്ത പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിക്കൊക്കെ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്ന് അവരെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അല്ലേ. മുൻപ് അവർ നല്ല രീതിയിൽ സംസാരിച്ചിരുന്നു, പിന്നെ കഴിഞ്ഞ് ഒന്ന് മാറി കുറച്ചിടയിൽ ഒരു ഡിസ്റ്റൻ്റ് ആവണ പോലെ, സൈലൻ്റ് ആവുന്ന പോലെ. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ 2 പൈൽ വെക്കാം. ഓക്കെ, പൈൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് പൈൽ ഈ കീ ആണ്, റെഡ് അങ്ങനത്തെയാണ്. ഓക്കെ, ഫസ്റ്റ് പൈൽ. സെക്കൻഡ് പൈൽ കീ ചെയിൻ എടുത്താൽ മതി, കീ അല്ല, കീ ചെയിൻ ആണ്. ഓക്കെ, കീ ചെയിൻ, സെക്കൻഡ് കീ ചെയിൻ സിൽവർ പോലെ, സ്റ്റീലിൻ്റെ സാധാ. ഓക്കെ, ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. ഓക്കെ, നിങ്ങൾ പൈൽ ചൂസ് ചെയ്തോളൂ. നമുക്ക് റീഡിങ് ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നത്? അവരെ കുറച്ച് നമുക്ക് സിറ്റുവേഷൻ കാർഡ്സ്, വേറെ കാർഡ്സിനും കൂടി നോക്കാം. ഓക്കെ, പൈൽ 1. പൈൽ 1ന് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു അകൽച്ച കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് കുറച്ച് അകലിന്ന് നിൽക്കുന്നത് നോക്കാം. 3 of Pentacles, Page of Wands, Lovers, Strength card, the Sun, 9 of Cups, ഓക്കെ. ഇവിടെ ആക്ച്വലി ഇവിടുത്തെ സിറ്റുവേഷൻ വൈസ് എനിക്ക് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്കൊരു കാര്യം ഒന്ന് ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ എന്ന് ഞാൻ ക്ലാരിഫിക്കേഷൻ ചോദിച്ചതാണ്. ആക്ച്വലി 3 of Swords വന്നിട്ടുണ്ട് ആൻഡ് 2 of Wands ഉണ്ട്. സോ യെസ്, 2 സിറ്റുവേഷൻ എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓൾറെഡി ഇവിടെ 3 of Pentacles ഉണ്ടായിരുന്നു, ഞാൻ അത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു. പക്ഷേ ഒന്നുകൂടി എൻ്റെ മൈൻഡിലൊന്ന് ക്ലാരിഫൈ ചെയ്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു വ്യക്തി കൂടി ഉണ്ട്, ഒരു തേർഡ് പാർട്ടി കൂടി ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇവിടെ കാണുന്ന പ്രകാരം അഗെയിൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുകയാണെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി അതും ഒരു ലവർ എനർജി തന്നെയാണ്, വേറെ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ തന്നെ എടുക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആവാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഒരു വേറെ തേർഡ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിലേഷൻഷിപ്പിലാണ്, പക്ഷേ നിങ്ങളുടെ പേഴ്സണിന് വേറൊരു വ്യക്തി കൂടി അവരുടെ ലൈഫിലുണ്ട് എന്ന രീതിക്ക് പറയാം. സോ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. പേജ് ഓഫ് വോൺസ്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയാം. നിങ്ങളുടെ പേഴ്സൺ വേറെ ആരോടും സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് വേറെന്തോ ഇപ്പോൾ താല്പര്യമുണ്ട്, വേറെന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവർക്ക് ലൈഫിൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ, ഈ ഫസ്റ്റ് പൈൽകാർക്ക് കേട്ടോ. ഓക്കെ, 8 of സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, സൺ ഉണ്ട്, 9 of Cups. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ ലോസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ എനിക്ക് എവിടെയോ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങളൊരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയത്, നമ്മൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു
ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറൊരു വ്യക്തിയുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി കാണും. ആക്ച്വലി സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മനസ്സിലാക്കലാണ്, അതായത് നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്ന രീതിയിലാണ്. നിങ്ങൾ ഓൾറെഡി ഈ റീഡിങ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം, എന്നിട്ട് അവർ വേറെ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അകലുന്നത് എന്ന് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കാണാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടിയതായിരിക്കും, യെസ് അതാണ്, അത് തന്നെയാണ് എന്ന്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു കരിയർ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷമമുണ്ട്, യെസ് ഒരു സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിന് നിങ്ങൾ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പുതിയതായിട്ട് ബിഗിൻ ചെയ്യാൻ, ഐ തിങ്ക് ഇത് നിങ്ങളുടെ എനർജി ആണെന്ന് എടുത്തോളൂ. 2 of Wands, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരിക്കാൻ ഐ തിങ്ക് നിങ്ങൾ റെഡി അല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ 2 Wands ആണ്, അതായത് 2 സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയാം. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളും തമ്മിൽ. അപ്പോൾ നിങ്ങൾ ഐ തിങ്ക് നിങ്ങൾ അവനവനെ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ സ്വയം അവനവൻ്റെ കാര്യം ചൂസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടാണ്. വിഷമം ഉണ്ടായിട്ടുണ്ട്, യെസ് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, വിഷമം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സൈലൻ്റ് ആയി പോയി കാണാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കരിയറിലെ കാര്യത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു വിഷമം, ഇത് സങ്കടം നിങ്ങൾക്കുണ്ട്, ഫീലിംഗ് ഉണ്ട്, നിങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി അങ്ങനെ ചെയ്യുക എന്നൊരു അഡ്വൈസ് ആയിട്ട് കൂടി നിങ്ങൾ എടുത്തോളൂ. കാരണം ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് വളരെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു കൺഫർമേഷൻ അവിടെ വന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതൽ ഡെപ്തിൽ നിങ്ങൾ അറിയണമെങ്കിൽ യെസ് നമുക്ക് വേറെ റീഡിങ്സിൽ നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരും. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക, ഈ ഡിസിഷൻ നിങ്ങൾ എടുക്കുക, നിങ്ങളിതിൽ നിൽക്കണോ വേണ്ടേ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കളയണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ തുടക്കമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് കാണുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു അബൻഡൻസ് എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ അത് ഫോളോ ചെയ്ത് പോവാം. നിങ്ങൾക്ക് എന്താണോ സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ഇവിടെ വളരെ ക്ലൗഡി ഇന്ന്, എന്താ പറയുക, ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ഇത് പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു സന്തോഷം നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക, ഹാപ്പിനെസ് നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക, കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക, നിങ്ങളുടെ കരിയർ അങ്ങനത്തെയൊക്കെ ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം പവർ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഈ വിഷമത്തിൽ നിങ്ങളിങ്ങനെ ഇരിക്കരുത്. ഓക്കെ, കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ യെസ് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. നിങ്ങളുടെ പേഴ്സൺ വേറൊരു ലവർ എനർജിയാണ്. അപ്പോൾ അവിടെ നമ്മൾ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ഇവിടെ വളരെ ക്ലിയർ ആണ് ഓൾറെഡി. ഐ തിങ്ക് ആ ലൈന് അവരെക്കുറിച്ച് വന്നു, അത് കഴിഞ്ഞ് നേരെ നിങ്ങളെക്കുറിച്ച് ലൈക്ക് നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യൂ എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ഇത് മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. സോ നിങ്ങളോട് പറയുന്നത് മൂവ് ഓൺ ചെയ്യാനാണ്. ഈ സിറ്റുവേഷൻ നിങ്ങൾ പേഴ്സൺ അകന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ടേക്കാം. ഓക്കെ, ആ പേഴ്സണെ തൽക്കാലം നിങ്ങൾ അവരെ നീ ഒന്നും പറയാനോ അവർ പിന്നാലെ പോവാതിരിക്കുക. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നമ്മളിനി അതിൻ്റെ പിന്നാലെ നിങ്ങളൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അബൻഡൻസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അവർക്ക് വരാനുള്ളത് അവരനുഭവിക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് വേറെ നോക്കാം. ഓക്കെ, നമുക്ക് മെസ്സേജസ് എടുക്കുന്നുണ്ട്. ഇതിൽ നോക്കട്ടെ എന്താ വരാന്ന്. ഈ ഡെക്ക് ആദ്യമായിട്ടാണ്. ഓക്കെ, ഹാബിറ്റ്സ്, സബോട്ടാജ്, ഗിൽറ്റി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജസ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, റിവീൽഡ്. സൺ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് സൺ കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു തരും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീലായിട്ട് വരും എന്ന്. ഓക്കെ, നിങ്ങളുടെ മുൻപിൽ കാര്യങ്ങൾ സത്യം നിങ്ങൾ തിരിച്ചറിയും. ആക്ച്വലി നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സത്യം പറയണം എന്ന രീതിയിലാണ്. ബട്ട് ഐ തിങ്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സത്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ, ഇവിടെ അവരുടെ ഹാബിറ്റ് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഇത് പേഴ്സൻ്റെ ഹാബിറ്റ്. നിങ്ങളുടെ പേഴ്സൺ ചില ഹാബിറ്റ്സ് ഉണ്ടാവാം, ഇങ്ങനെ ഫ്ലർട്ടിങ് ചെയ്യുന്ന ടൈപ്പൊക്കെ ആയിരിക്കാം. അതായിരിക്കാം പറയുന്നത് ഇവിടെ. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഇത് വി എന്നല്ല, ഐ തിങ്ക് അവർ എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അവർ സ്വഭാവങ്ങൾ അവരെ മാറില്ല എന്ന രീതിക്കാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സബോട്ടാജ്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. അവർ അറിയാം, അവർക്ക് തിരിച്ചറിയുന്നുണ്ട് എന്നിട്ട് അവർ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കേടുവരുത്തി, നല്ല റിലേഷൻഷിപ്പ് കേടുവരുത്തി എന്ന് അവർക്ക് തന്നെ അറിയുന്നുണ്ട്. തേർഡ് പാർട്ടിയിലേക്ക് പോയപ്പോൾ
അവർക്ക് അതിൻ്റെ ഗിൽട്ട് ഉണ്ട്, അവർക്ക് അതിൻ്റെ ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹവ് കോസ്റ്റ്. അവർക്ക് അറിയാം അവർ നിങ്ങളോട് ചെയ്ത തെറ്റാണെന്ന് അവർക്ക് അറിയാം, അവർക്ക് അതിൻ്റെ ഗിൽട്ടി ഫീലിംഗ് അവർക്കുണ്ട്. ഓക്കെ, പക്ഷേ സെൽഫ് ലവ് ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഇത് നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങൾ എടുക്കാം. ഓക്കെ, എനിക്കിത് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല, ഇത് നിങ്ങൾ എടുക്കാം. ഓക്കെ, നിങ്ങൾ ഹീലാവുക. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഞാൻ ഏസ് ഓഫ് വൺസ് നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കാം. പേഴ്സൺ അവരെന്തോ ചെയ്തോട്ടെ. ഓക്കെ, അവർ സെൽഫ് ലവ് ചെയ്തോ ഇല്ലേ നമ്മുടെ മാറ്റർ അല്ല. ഓക്കെ, ഡിസഗ്രിമെൻറ്റ്സ് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. അതൊക്കെ വെറുതെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി അവർ ചെയ്ത ചില കാര്യങ്ങൾ അവർ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയല്ല. ഓക്കെ, സിറ്റുവേഷൻ ഇവിടെ അത് ശരിയല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം നിങ്ങളെടുക്കുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവനവനെ വാല്യൂ ചെയ്ത് ഇവിടുന്ന് മാറി നിൽക്കുക, ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് പൈൽക്കാർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അകന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു അവർക്ക് വേറെ തേർഡ് പേഴ്സൺ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ അതിലിനി കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക. ഓക്കെ, പിന്നാലെ പോവാതിരിക്കുക പ്ലീസ്. ഓക്കെ, ഓക്കെ, അത് പൈൽ 2 എടുക്കാം. ഇനി പൈൽ 2 നമുക്ക് സെക്കൻഡ് പൈൽ നോക്കാം. നമുക്ക് ഫുൾ മൂണിൽ എന്തൊക്കെയാണ് റിവീലായിട്ട് വരിക നോക്കാം നമുക്ക്, അല്ലേ? ചില സത്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ലേശം അകന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നത്? ഇത് റീഡിങ് കണ്ടിട്ട് ഇന്ന് പലരും ഫസ്റ്റ് പൈൽ എനിവേ ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ പറയില്ല, വേണ്ട. ട്രിഗർ വാർണിംഗ് ഇട്ട് വെക്കേണ്ടി വരുന്ന തോന്നുന്നത്. ഓക്കെ, പക്ഷെ സത്യങ്ങൾ അറിയാനുള്ളത് നമ്മൾ അറിയണം എപ്പോഴും. നോക്കാം, ലെറ്റ്സ് സീ. സെക്കൻഡ് പൈലുകാർക്ക് നിങ്ങളുടെ പേഴ്സൺ അകന്നിട്ടുണ്ടെങ്കിൽ എന്താണ് റീസൺ? വേൾഡ്, ഡെത്ത് ഓർ റീബർത്ത്, 7 of Wands, മൂന്നെണ്ണം മതിയില്ലേ? ഓക്കെ, 10 of Pentacles, Emperor, 6 of Wands, 9 of Cups, 5 of Pentacles, Knight of Swords. ഓക്കെ, ഈ പൈല് ആക്ച്വലി ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ അകൽച്ച ജസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ആയിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ പേഴ്സൺ ദൂരെ ആയിരിക്കാം. ദൂരെ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും സിറ്റി, വേറെ ഏതെങ്കിലും കൺട്രി, രണ്ടുപേരും തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവാം. മെൻ്റലിയും ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ചെറിയ അകൽച്ച വന്നിട്ടുണ്ടാവാം. ഇമോഷണലി മെൻ്റലി ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, മേ ബി കുറച്ച് പേർക്ക്. പക്ഷെ ഇവിടെ കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ദൂരമാണ്. ഓക്കെ, അവർ വേറെ സ്ഥലത്താണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്. അല്ലെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇവിടെ ഒരു റിന്യൂവൽ വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി നമ്മൾ വേൾഡ് കാർഡ് നമ്മൾ പറയാറുള്ളത് നമ്മളൊരു സൈക്കിൾസ് എൻഡ് ചെയ്തിട്ട് പുതിയ സൈക്കിൾ തുടങ്ങുന്നതായിട്ടാണ് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ റീബർത്ത്, ഡെത്ത് ആൻഡ് റീബർത്ത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. സോ അഗെയിൻ അതേ കാര്യം, രണ്ടും ഒരേ പോയിന്റാണ് പറയുന്നത്. എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ. ഓക്കെ, 7 of Wands ഉണ്ട് ഇവിടെ. ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയില്ല സത്യം പറഞ്ഞാൽ. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അകൽച്ചയൊന്നുമില്ല. ഓക്കെ, ഒരു ലേശം ഈഗോ ഉണ്ടാവാം മാക്സിമം. ഓക്കെ, മാക്സിമം പോയാൽ അവർക്കൊരു ഈഗോ കുറച്ചൊരു ഈഗോ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, വല്ലപ്പോഴും ഒന്ന് സൈലൻ്റ് ആവുന്നുണ്ടാവും. പക്ഷെ ഇത് എനിക്ക് ഒരുപാടായിട്ട് അങ്ങനെ വലിയ സീരിയസ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. കാരണം ബാക്കി കാർഡ്സ് എല്ലാം ഹാപ്പി കാർഡ്സ് ആണ്. ഓക്കെ, നല്ല സന്തോഷമുള്ള കാർഡാണ്, എല്ലാം പോസിറ്റീവ് കാർഡാണ്. സോ ഇവിടെ എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ അകന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജസ്റ്റ് അവരുടെ ചില കാര്യങ്ങൾ കൊണ്ട് അകന്നിരിക്കുന്നതാണ്. ഓക്കെ, അവരെന്തെങ്കിലുമൊക്കെ തിരക്കുകളും ഉണ്ടായിരിക്കാം, ദൂരെ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ശരിയാവാത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക, എപ്പോഴും കാണാൻ പറ്റും, നിങ്ങൾക്ക് തോന്നുന്നതാണ് ദാറ്റ് അവർ അകന്നു എന്നുള്ളത്. പക്ഷെ അവരെ മനസ്സുകൊണ്ട് എനിക്ക് അകന്നായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, മേ ബി ഒരു ചെറിയൊരു സിറ്റുവേഷൻ ഇവിടെ പറയാനുള്ളത്, പണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വല്ല ലോസ് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അവർ ഫൈനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾ ലോസ് ഉണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ലേശം ഒരു ഡിപ്രഷനിൽ, ഒരു അല്പം മൈൻഡ് അവരുടെ ഡൗൺ ആയിരിക്കാം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ വിചാരിച്ച പോലെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല
എന്തെങ്കിലും പൈസയുടെ ലോസ്, അല്ലെങ്കിൽ ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ശരിയായില്ല, എന്തെങ്കിലും ലോട്ടറി ലോസ് വന്നു, ജോലിയുടെ കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റെബിലിറ്റി പോരാ, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് മാത്രമേ ഇവിടെ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളൂ. ഇവിടെ കാണുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനിൽ കാണുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നു എന്നാണ്. എനിക്ക് 7 ഓഫ് വാണ്ട്സ് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമാണ്, ഒരു ഉറച്ചു നിന്ന ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ്. ഓക്കെ, അതിവിടെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അവർക്ക് ആ മാരേജ് സ്റ്റേബിൾ ആക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ, അവരതിന് വേണ്ടി ചിലപ്പോൾ ഫൈനാൻഷ്യൽ ലോസ് വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരല്പം സംസാരമൊക്കെ കുറവുണ്ടാവാം മേ ബി. പക്ഷെ ഫാമിലി അവർക്ക് അത്രയും സ്റ്റേബിളായിട്ട് വേണം എന്ന് തന്നെയാണ്. ആൻഡ് എംപറർ കാർഡാണ്. സോ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് രണ്ടും എടുത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ ഐ തിങ്ക് ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു അപ്പുറത്ത് മാൻ എന്ന രീതിയിൽ ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ലേഡീസ് ആണെങ്കിലും മാൻ വാച്ചിങ് ആണെങ്കിൽ നിങ്ങൾ അപ്പുറത്തുള്ള നിങ്ങളുടെ ലേഡീസ് അവർ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ഫാമിലി വേണം എന്ന രീതിക്കാണ്. അവർക്കും ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ലോസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. ജോലിയുടെ കാര്യത്തിലായാലും അവരുടെ ഫൈനാൻഷ്യലിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ടെൻഷൻ അവരുടെ ലൈഫിൽ ലേശം ഉണ്ടാവും. ഓക്കെ, അതല്ലാതെ ഇവിടെ അവർ നിങ്ങളുടെ അടുത്ത് അകലാൻ ഇവിടെ എനിക്ക് വേറെ റീസൺ ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ്, അവർ ഫാമിലിയുടെ മുമ്പിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം, നിങ്ങളുമായിട്ടൊരു ലൈഫ് വേണം എന്ന് പറഞ്ഞ് അവർ ഫാമിലിയുടെ മുമ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മാരേജ് വേണം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ലേശു ഈഗോ ഉണ്ടാവാം. ഓക്കെ, എംപറർ വന്നുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇതൊന്നും ഓപ്പണായിട്ട്, ഓക്കെ എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല കാര്യങ്ങൾ. ഇവിടെ അത് മാത്രമായിരിക്കും ഇഷ്യൂ. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അകൽച്ചയാണ്, അവർ മാറിപ്പോണു, അകന്നു പോണു. പക്ഷെ അല്ല, ഇവിടെ അതൊന്നും അല്ല. ഇവിടെ അവർ മൈൻഡിൽ ചില കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അവർ പ്ലാനിങ് ഒക്കെ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു സക്സസിന് വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ജോലി സക്സസിൻ്റെ കാര്യങ്ങളായിരിക്കാം, കരിയറിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരിക്കാം. അതിന് വേണ്ടിയുള്ള ഒരു സക്സസിന് വെയിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ അവർ ചെയ്യുന്നതാണ് 9 ഓഫ് കപ്സ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഹാപ്പി ഒരു സമയങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മേ ബി അവർക്ക് നിങ്ങൾക്കെല്ലാം തരാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കൊരു ലൈഫ് തരണം എന്നാണ് അവർക്ക് ആഗ്രഹം. അവരുടെ ആഗ്രഹം അതാണ്, നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം, ലൈഫ് വേണം എന്നാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു റിന്യൂവൽ വേണം, റീബർത്ത് നിങ്ങൾ തമ്മിൽ അത്രയും ഒന്നാവണം എന്ന രീതിക്ക്. ഓക്കെ, പക്ഷേ യെസ് മാം ചിലപ്പോൾ അത് തുറന്ന് പറയുന്നുണ്ടാവില്ല ചില കാര്യങ്ങൾ. ഓക്കെ, അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിൽ ഇവിടെ അത്രയും നല്ലൊരു കണക്ഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഡിസ്റ്റൻസ് കൊണ്ട് മേ ബി സമയങ്ങൾ ശരിയാവാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ ആയിരിക്കാം ഇവിടെ. സത്യം പറഞ്ഞാൽ ഇവിടെ വലിയ ഒരു നെഗറ്റീവ് പൈലല്ല ഇത്. ഓക്കെ, വളരെ നല്ല കാർഡ്സാണ് വന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇനി കൂടുതൽ ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മെസ്സേജസ് കൂടി നോക്കാം പേഴ്സൻ്റെ. ഓക്കെ, ഇവിടെ അകൽച്ച എന്ന് പറയാനില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു സൈലൻസ് ആ രീതിക്ക് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അത് മാറാവുന്നതേ ഉള്ളൂ. ഒന്ന് പരസ്പരം ഒന്ന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അത് പേഴ്സൺ ഒന്ന് സൈലൻ്റ് ആവുന്നതായിരിക്കും ലേശം. നമ്മൾ നെഗറ്റീവ് ഇല്ലാത്തവിടെ വെറുതെ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ട. ഓക്കെ, നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടി നെഗറ്റീവ് ആക്കണ്ട. ഓക്കെ, നമ്മുടെ മെസ്സേജ് പേഴ്സൻ്റെ ഹോൾഡിംഗ് ബാക്ക്. യൂണിവേഴ്സ് എൻ്റെ കൂടെയാണ്, എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് യൂണിവേഴ്സ്. ഒരാൾക്കും വാവ്, ഐ ആം സോ ഹാപ്പി ടു സീ ദിസ്. ശരിക്കും എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഇവിടെ 1-2 ചെറിയ നെഗറ്റീവ് കാർഡ്സ് ഉണ്ട്, പക്ഷേ നെഗറ്റീവ് അല്ല, അത് ഞാൻ പറയാം. ഓക്കെ, ഹോൾഡിംഗ് ബാക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈ സെൽഫ് ബെറ്റർ. അവർ പറയുന്നുണ്ട് അവർ തുറന്ന് നിങ്ങളോട് എല്ലാം ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ. ഈഗോ ആണ്. പിന്നെ അവർ നിങ്ങൾ മനസ്സിലാക്കണം അവരെ എന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ഓക്കെ, അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളോട് ട്രസ്റ്റ് ഉണ്ട്, നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് വേണമെന്നുണ്ട്. നിങ്ങളെ ഫാമിലിയാണ് അവരുടെ ഓൾറെഡി അവരുടെ മനസ്സിൽ. ഓക്കെ, അവർ നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന രീതിയിലാണ്. കമ്മിറ്റ്മെൻറ്റ് തരാനാണ് ഞാൻ എന്താ പറഞ്ഞത്. അവർക്ക് നിങ്ങളെ ഫാമിലി ആക്കാനുള്ള തത്രപ്പാടിലാണ് അവർ.
അവർ അതിനുള്ള പുറപ്പാടിലാണ്, അതിനുള്ള കാര്യങ്ങളിലാണ്, അവർ പ്രിപ്പറേഷനിലാണ്. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. ഓക്കെ, അവരതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് അവരിപ്പോൾ. സബോട്ടാജ്, ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ഓക്കെ, അവർക്ക് അറിയാം ദാറ്റ് അവർ ചില സമയത്ത് ഓപ്പണായിട്ട് പറയാതെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്കൊരു പേടിയുണ്ട്, അവരായിട്ട് അതിനെ കേട് വരുത്തോ എന്നുള്ളൊരു പേടി അവർ മനസ്സിലുണ്ട്. കോൺവെർസേഷൻ, ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. മേ ബി സമയങ്ങളായിരിക്കാം, സമയത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, പിന്നെ തുറന്ന് പറയാനുള്ള മടികൾ. ആക്ച്വലി തുറന്ന് പറയാൻ അഗെയിൻ ഇത് മണിയുടെ ആണ് കാണുന്നത്, വാല്യൂസ് ആണ്. വി ഹാവ് ടു മെനി ഡിഫറൻസസ് എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ വളരെ നല്ല ഒരു ഫാമിലിയിലേക്ക് ആയിരിക്കാം. ഓക്കെ, അവരുടെ കയ്യിൽ അത്ര അങ്ങനെ ഫൈനാൻഷ്യലി വെൽ ഓഫ് ആയിരിക്കില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടാവാം. ഈഗോ എന്നൊക്കെ പറയില്ല നമ്മൾ, അവർക്ക് തോന്നുന്നുണ്ടാവാം അവർ പോരാ നിങ്ങൾക്ക് എന്നൊരു ചിലപ്പോൾ ഫീലിങ്സ് ഉണ്ടാവാം. ഓക്കെ, ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ് പറയുന്നത്. ഡേ ഡ്രീമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവാസ്വപ്നം കാണാം. ഓക്കെ, അവർ അത്ര സ്വപ്നം കാണുന്നത് അവർ നിങ്ങളെ ഒന്നിച്ച് വേണം, നിങ്ങളുടെ ഫാമിലി വേണം എന്ന രീതി, നിങ്ങളെ ഫാമിലി ആയിട്ട് വേണം എന്നാണ്. ആൻഡ് ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്, അൺസാറ്റിസ്ഫൈഡ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് വേറൊന്നുമല്ല, അവർക്ക് ലൈഫ് അവരുടെ ബെറ്റർ ആക്കണം എന്ന രീതിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മണിയുടെ കാര്യം. പിന്നെ അതുപോലെ ഇമോഷൻസിൻ്റെ കാര്യം. ചിലപ്പോൾ മേ ബി നിങ്ങളുടെ സ്റ്റേറ്റസ് കുറച്ച് ഹൈ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ഹാപ്പി ആവോ എന്നുള്ള ഒരു തോന്നലിൽ അവർ തോന്നുന്നുണ്ടാവും, ഞാൻ കുറച്ചുകൂടി മണി ഏൺ ചെയ്യണം, കുറച്ചുകൂടി ഞാൻ ഇതാവണം, നല്ല സെറ്റിൽഡ് ആവണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്കൊരു നല്ല ലൈഫ് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടൊക്കെയാണ് അവർ അല്പം ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ തെറ്റൊന്നുമില്ല. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ഒന്നുമില്ല. സോ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സണോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുക, അവരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ളത് ബെറ്റർ ആവും. ഓക്കെ, അവർക്കൊരു അഷ്വറൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ എങ്ങനത്തെ സിറ്റുവേഷൻ ആയാലും നിങ്ങൾ കൂടെ ഉണ്ട് എന്ന്. അവർക്ക് ബെറ്റർ ആവണമെങ്കിൽ അവരെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുക. ഓക്കെ, അവരെ മനസ്സിലാക്കി നിങ്ങൾ കൂടെ നിൽക്കുക. അവർ കുറച്ച് സമയം എടുത്ത് അധികം ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ ആ സൈലൻസിൽ ഇരിക്കാൻ വിട്ടേക്കുക. അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞോളും, പേടിക്കണ്ട. കാരണം അവർ നിങ്ങളെ വിട്ടു പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ വളരെ പോസിറ്റീവ് റീഡിംഗ് ആണ്. സോ പ്ലീസ് അങ്ങനെ തന്നെ നിങ്ങളുടെ മൈൻഡ് കാമാക്കുക, സമാധാനമാക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.